കർത്താവിൽ പ്രിയരെ, നല്ല വചനം പേജിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാ നഷ്ട പ്രമേയങ്ങളെ സൂചിപ്പിക്കുന്ന വേദഭാഗങ്ങളിൽ കൂടിയുള്ള പഠനത്തിന്റെ വേറിട്ട ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് അനന്യാസിന്റെയും സഫീറയുടെയും അകാല മരണം എന്ന് പറയുന്നത് അവർ ചെയ്ത പാപത്തിന് ഫലമായി ദൈവം നൽകിയ ശിക്ഷയാണെന്നും അതുകൊണ്ട് അവർ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന ആളുകളോട് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രവർത്തിച്ചു വന്ന ആ നാളുകളിൽ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യുന്ന വിശ്വാസികൾക്ക് ബാലശിക്ഷ എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ബാബിലോൺ ശിക്ഷ നൽകപ്പെടാതിരിക്കുവാൻ, അതായത് വലിയ ശിക്ഷാവധിയിലേക്ക് അവർ അകപ്പെടാതിരിക്കാൻ ദൈവം സഭയുടെ ശുദ്ധീകരണത്തിനായി ചെയ്യുന്ന പ്രക്രിയയാകുന്നു എന്ന് നമ്മൾ പഠിച്ചു. അന്നും ഇന്നും ദൈവം അങ്ങനെ ചെയ്യാറുണ്ട്. ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളും അപ്പോസ്തോലിക കാലത്ത് വളരെ പെട്ടെന്ന് സംഭവിച്ചതുപോലെ സംഭവിക്കുന്ന അല്ലായികൊണ്ട് ഒരു പക്ഷെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ അതിനെ ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. അങ്ങനെ വന്നാലും അനന്യാസിന്റെയും സഫീറയുടെയും മരണം അവർ രക്ഷാനഷ്ടത്തിന് ഉപാധിയല്ല, തൽക്ഷണമുള്ള ദൈവത്തിന്റെ ശുദ്ധീകരണത്തിനായിട്ടുള്ള ശിക്ഷയുടെ നടത്തിപ്പാണ് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുവാൻ ഇടയായത്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ഇതാ വാക്യം. ഇതിന്റെ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മ ശക്തിയാൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ ശമര്യരുടെ പട്ടണത്തിൽ ചെന്ന് കർത്താവിന്റെ വേല ചെയ്തു. ശമര്യയിൽ അനേക ആളുകൾ സുവിശേഷം കേൾക്കുകയും പലരും വിശ്വസിക്കുകയും ചെയ്തു. ഈ കാര്യം പത്രോസും മറ്റും പറഞ്ഞു. പത്രോസ് അവിടെ ശമര്യയിൽ വന്നു, വിശ്വസിച്ച ആളുകളെ കണ്ടു, അവരുടെ മേൽ കൈവച്ചു, പ്രാർത്ഥിച്ചു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഈ ശിമോൻ എന്ന് പറയുന്ന ആള് ഒരു ചെറിയ വില്ലനാണ്. വില്ലനാണെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ അവന് താൻ്റെ മഹതി എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളെയും ഭീതിപ്പെടുത്തുകയൊക്കെ ചെയ്തു വന്ന ഒരാളാണ്. അവൻ നോക്കിയപ്പോ പത്രോസ് ഇവരുടെ മേൽ കൈവയ്ക്കുന്നു, ശമര്യരുടെ മേൽ കൈവയ്ക്കുന്നു. തൽക്ഷണം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. ആകട്ടെ, അങ്ങനെയാണെങ്കിൽ തന്റെ മന്ത്രതന്ത്ര വിദ്യകൾക്ക് ഈ പറയപ്പെട്ട സമയവും ഒന്നും ചെലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കുവാൻ പത്രോസിനെ പോലെ തനിക്കും സാധിച്ചാൽ അതൊരു നല്ല കാര്യമാണ് എന്ന് ചിന്തിച്ച് അവൻ പറഞ്ഞു, ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്കും പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് എനിക്ക് ഇത് തരണം എന്ന് പറഞ്ഞു. അതാണ് അവന്റെ ആവശ്യം. അപ്പം ഇവിടെ 13-ാം വാക്യം വായിക്കുന്നത്, ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു, വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു എന്നാണ്. അപ്പൊ അനേകർ വിശ്വസിച്ചു. അപ്പൊ ശീമോനും വിശ്വസിച്ചു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസിച്ചവർ കർത്താവിനോട് ചേർന്ന് നിൽക്കാനാണ് അന്ത്യോക്യയിൽ ചെന്നപ്പോൾ ബർന്നബാസ് അവിടെയുള്ള സഹോദരന്മാരെ ഉദ്ബോധിപ്പിച്ചത്. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഇവന് കർത്താവിനോട് ചേർന്ന് നിന്നല്ല, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു എന്നാണ്. കാര്യം ഫിലിപ്പോസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ തന്റെ ശുശ്രൂഷയ്ക്ക് ഒരു സഹായമായി, അല്ലെങ്കിൽ തന്റെ ജോലിക്ക് ഒരു സഹായമായി ഫിലിപ്പോസ് വർദ്ധിക്കാം എന്ന് ചിന്തിച്ചു. ഇവന്റെ വിശ്വാസം നമുക്ക് ഇവിടെ സംശയാസ്പദമാണ്. ഇവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പാപമോചനത്തിനായി വിശ്വസിച്ചോ, കർത്താവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ കൈക്കൊണ്ടോ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് യാതൊരു നിശ്ചയമില്ല. അതേക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ പറയുന്നത്, ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാണ് കൊണ്ട് ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസ്ഥനിൽ നേരുള്ളതല്ലായതുകൊണ്ട്
ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയില്ല. അപ്പൊ അവിടെ വായിക്കുന്ന അവന്റെ ഹൃദയം ദൈവസ്ഥൽ നേരുള്ളതല്ലെന്നാണ്. ഒരുവന്റെ ഹൃദയം ദൈവസ്ഥൽ നേരുള്ളതായി തീരുന്നത് അവൻ കർത്താവായ യേശുവിനെ രക്ഷകനായും കർത്താവായും സ്വീകരിക്കുമ്പോഴാണ്. അതുകൊണ്ട് പത്രോസോട് പറഞ്ഞു, നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇവൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നില്ല എന്നുള്ളൊരു തെളിവാണ്. രക്ഷിക്കപ്പെട്ടവർ തന്റെ പാപങ്ങളെ ദൈവത്തോട് നേരിട്ട് യേശുക്രിസ്തുവിനെ ഏറ്റു പറയാൻ കഴിയും. ഇവൻ പറയാണ്, അതൊന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ശിമോൻ രക്ഷിക്കപ്പെട്ടതായി പറയുന്നില്ല, അവന് പരിശുദ്ധാത്മാവ് ലഭിച്ചതായും പറയുന്നില്ല. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുകയില്ലേ? അവൻ ലഭിച്ചതായും പറഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ടവനായി അവനെ കൈക്കൊള്ളുന്നത്, സ്വീകരിക്കുന്നത് വളരെ പ്രയാസം. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ പ്രവൃത്തി 5 അനനിയാസ് സഫീറാമാരുടെ മരണം പോലെയുള്ള നാശം എന്നാണ് പത്രോസ് ഉദ്ദേശിച്ചത്. സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ എന്ന് പത്രോസ് സംബോധന ചെയ്യുമ്പോൾ അവൻ ഇതുവരെയും രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല, പിശാചിന്റെ മകൻ തന്നെയാണ് എന്ന് പത്രോസിന്റെ വാക്കിൽ കൂടെ നമുക്ക് മനസ്സിലാകും. ഇനി അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറയുമ്പോൾ അനനിയാസിനും സഫീറയ്ക്കും ഉണ്ടായ തൽക്ഷണ ശിക്ഷ പോലെ അവന് ഭവിക്കട്ടെ എന്നാണ് ഈ പത്രോസ് പറഞ്ഞതിന്റെ സാരം. അപ്പൊ യാതൊരു നിലയിലും ശിമോന്റെ ഈ നാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാശത്തെക്കുറിച്ച് പത്രോസ് നിശ്വസിച്ചത് അവന്റെ ആത്മരക്ഷയുടെ നഷ്ടമാണെന്ന് സ്ഥാപിക്കാൻ ഒരു നിലയിലും ഈ വാക്യാംശം കൊണ്ട് സാധിക്കുകയില്ല. നമ്മിൽ പല ആളുകൾക്കും പറ്റുന്ന ഏറ്റവും വലിയ അപകടം ഒരു വേദപുസ്തക വാക്യത്തിന്റെ പശ്ചാത്തലം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കാതെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രീ കൺസീവ്ഡ് നോഷൻസ് എന്ന് പറയും. മുൻവിധി, നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വേദഭാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യേകമായ അറിവ് അല്ലെങ്കിൽ താല്പര്യം. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, നമുക്ക് ആദ്യം ലഭിച്ച അറിവ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് ആദ്യം ലഭിച്ചത് അല്ലെങ്കിൽ ആദ്യം പ്രാപിച്ചത്, അതാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതി മനുഷ്യനുണ്ട്. അങ്ങനെയല്ല. നമ്മൾ ഒരു വേദഭാഗത്തെക്കുറിച്ചൊരു കാര്യം കേട്ടു, എന്നാൽ വേറൊരു വ്യക്തി അതിന്റെ കാര്യകാരണ സഹിതം നമ്മൾ ചിന്തിച്ചതുപോലെ അല്ല എന്ന് അതിനെ വ്യാഖ്യാനിച്ച് നമുക്ക് നൽകിയാൽ അതിനെ ഉൾക്കൊള്ളാൻ ഉള്ള മാനസികാവസ്ഥ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ആ മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്യാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത് വചനത്തിൽ നിന്ന് വഴിവിട്ട നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ പോകുന്നത്. എക്സ്പോസിഷൻ ഓഫ് ഡോക്ടറിനൽ മാറ്റേഴ്സ് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഒരു ദൈവത്തിൽ ചെയ്യാവൂ എന്ന് ഈ സമയത്ത് ഞാൻ സ്നേഹബുദ്ധിയ ഓർപ്പിക്കുന്നു. ശിമോന്റെ നാശത്തെക്കുറിച്ച് പത്രോസ് വിശ്വസിച്ച വാക്കുകൾ ശിമോന്റെ ആത്മരക്ഷയുടെ വലിപ്പം അല്ലെങ്കിൽ ആത്മരക്ഷയുടെ യാഥാർത്ഥ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ശിമോനും നശിച്ചു പോയല്ലോ, അന്യോസും സഫീറയും നശിച്ചു പോയല്ലോ, അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരായിരുന്നല്ലോ, ഇസ്കരിയത്ത യൂദ രക്ഷിക്കപ്പെട്ടവരായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇസ്കരിയത്ത യൂദ രക്ഷിക്കപ്പെട്ടവനാണെന്ന് എവിടെ ഇരിക്കുന്നത്? അവൻ ആദ്യം മുതലേ പിശാചാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ നിങ്ങളെ 12 പേരെയല്ലയോ തിരഞ്ഞെടുത്തത്, എന്നാൽ ഒരുവൻ പിശാചാകുന്നു. അവന് ആദ്യം മുതലേ പിശാചിന്റെ ആലോചന നിവർത്തിക്കാൻ വന്നവനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വേദഭാഗങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് തെറ്റായി ധരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അപകടമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് സൂക്ഷിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടെ, അതായത് ഏതൊരു വേദഭാഗവും, ഇപ്പൊ പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിലെ ശമരിയയിലെ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയും അനുബന്ധമായി പത്രോസ് അപ്പോസ്തലൻ ശമരിയിൽ വരുന്നതും ഈ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മ പറഞ്ഞാൽ അവിടെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന ആ പ്രത്യേക രംഗത്താണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇതെല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും, അയ്യോ അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്കുള്ള ന്യായമായ ഏത് സംശയവും ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളോട് ബന്ധത്തിന്, ഇനി അതല്ല വ്യത്യസ്തമായ വിഷയമാണെങ്കിലും സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് ചോദിക്കാം. ഈ എല്ലാ ലൈവ് വീഡിയോകളും ഞങ്ങൾ ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്റെ ടെലിഫോൺ നമ്പർ തന്നിട്ടുണ്ട്.
ധൈര്യത്തോടെ നിങ്ങൾ വിളിച്ചോളുക. എനിക്കറിയാവുന്നതിനൊക്കെ ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞു തരും. സംശയാസ്പദമായ ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് റെഫർ ചെയ്ത ശേഷം പറയുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.